ഇനി മന്ത്രി പറഞ്ഞൊരു ഉറപ്പുണ്ട്. ഞങ്ങൾ പുറത്തുവിട്ടൊരു വാർത്തയോടുള്ള പ്രതികരണമായിരുന്നു അത്. 2 പുത്തൻ സ്വിഫ്റ്റ് ബസ്സുകൾ അതിൻ്റെ ചേസിസ് അങ്ങ് പൊട്ടിപ്പോയി. ആ സംഭവത്തിൽ മന്ത്രി ഗണേഷ് കുമാർ ഒരു ഉറപ്പ് നൽകിയിരുന്നു. പൊട്ടിയ ചേസിസിനുള്ള പകരം ആ ബസ് തന്നെ ഒരു പക്ഷേ മാറ്റിയെടുക്കുമെന്നായിരുന്നു മന്ത്രി നൽകിയ ഉറപ്പ്. പക്ഷേ നോക്കൂ, ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ആ പൊട്ടിയ ചേസിസിനുള്ള പത്തനംതിട്ടയിലെ ബസ് ഇപ്പോഴും അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുകയാണ്, സർവീസ് നടത്തുകയാണ്. അശോക് ലൈലൻഡ് കമ്പനി ഈ ചോദ്യത്തിന് മുന്നിൽ കൈമലർത്തി. റിപ്പോർട്ടർ ലൈവാത്തോൺ ബ്രേക്കിംഗ്. ഇത് KSRTC ഞാൻ അന്വേഷിച്ചിടത്തോളം KSRTC ആദ്യത്തെ സംഭവമാണ്. ഈ പറഞ്ഞതുപോലെ പൊട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ഇത് ഒരു വണ്ടിയുടെ 2 ചേസിസും പൊട്ടിയിരിക്കുകയാണ്, 2 റെയിലും പൊട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ലൈലൻഡ് വണ്ടിക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് ലൈലൻഡ് കമ്പനിക്ക് KSRTC MD മെയിൽ അയച്ചു കഴിഞ്ഞു. മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്, അല്ലാതെ കേരളത്തിലെ റോഡിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഓടിച്ചാളിൻ്റെ കുഴപ്പമൊന്നുമല്ല. എന്താണ് കമ്പനി ഇങ്ങനൊരു സാധനം നമുക്ക് തന്നത്? ചേസ് റിപ്പയർ ചെയ്യുന്നുള്ള വാർത്ത അങ്ങനെ കൊടുക്കണ്ട, ഞങ്ങൾ റിപ്പയർ ചെയ്യില്ല, കമ്പനി തന്നെ വരണം. കമ്പനിക്ക് അതുകൊണ്ട് കമ്പനിയുടെ കുറച്ച് പൈസ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊടുക്കില്ല. ഇത് റെക്ടിഫൈ ചെയ്യാതെ കൊടുക്കില്ല. പുത്തൻ സ്വിഫ്റ്റ് ബസ്സുകളുടെ ചേസിസ് പൊട്ടിയ വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതാണിത്. എന്നാൽ മന്ത്രി പറഞ്ഞതല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. പത്തനംതിട്ടയിലെ സ്വിഫ്റ്റ് ബസ് വെൽഡ് ചെയ്ത് ഓടിക്കുകയാണ്. തിരുവനന്തപുരം പാപ്പനംകോട് വർക്ക്ഷോപ്പിലെ ബസ് അവിടെ തന്നെ കിടക്കുന്നു. നിർമ്മാണത്തിലെ അപാകതയാണെന്നും കമ്പനി നന്നാക്കണമെന്നും മന്ത്രി പറഞ്ഞെങ്കിലും അതും നടന്നില്ല. 2 ബസ്സുകളും അശോക് ലൈലാൻഡ് അധികൃതരെത്തി പരിശോധിച്ചെങ്കിലും ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോവുകയായിരുന്നു. അങ്ങനെ വെറും 2 വർഷം കൊണ്ട് 2 ബസ്സുകളുടെ ചേസിസ് പൊട്ടിയിട്ടും ശരിയായ അന്വേഷണം പോലും നടത്താതെ ഒളിച്ചു കളിക്കുകയാണ് KSRTCയും വകുപ്പ് മന്ത്രിയും. ഈ ബസ്സുകളിൽ നിന്ന് ഡാമേജ് എന്നെഴുതിയ കമ്പനിയുടെ സ്റ്റിക്കർ കണ്ടെത്തിയതായി M. വിൻസെൻ്റ് MLA ആരോപിച്ചിരുന്നു. ജീവനക്കാർ അന്ന് പകർത്തിയ സ്റ്റിക്കറിൻ്റെ ഫോട്ടോയും റിപ്പോർട്ടർ പിന്നീട് പുറത്തുവിട്ടു. ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ 2 പുത്തൻ ബസ്സുകളുടെ ചേസിസാണ് പൊട്ടിപ്പോയത്. മന്ത്രി ഇടപെട്ടിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല KSRTCക്ക്. എന്താണ് KSRTCയിൽ സംഭവിക്കുന്നത്? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് ചേരുന്നുണ്ട്. TV പ്രസാദ്, മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി. ആ പൊട്ടിയ ചേസിസുള്ള വണ്ടി ഇപ്പോഴും സർവീസ് നടത്തുന്നു, വെൽഡ് ചെയ്ത് ഘടിപ്പിച്ച ചേസിസുമായി. മന്ത്രി അന്ന് ഉറപ്പ് നൽകിയത് ഇത് റിപ്പയർ ചെയ്യുമെന്നല്ല, ഇത് അശോക് ലൈലൻഡിനോട് പറഞ്ഞ് ഈ വണ്ടി തിരിച്ചെടുപ്പിച്ച് പുതിയ വണ്ടി കിട്ടുമോ എന്നത് അന്വേഷിക്കുമെന്നാണ്. എന്ത് സംഭവിച്ചു TV പ്രസാദ് ശേഷം? അരുൺ, ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ KSRTCയിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെ സംഭവിച്ചു. അതായത് ആർക്കും ഒരു ഉത്തരവാദിത്തമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന രീതിയാണല്ലോ KSRTCക്ക് ഉണ്ടായതും ഇപ്പോഴും തുടർന്നു വരുന്നതും. ഒരുപക്ഷേ മന്ത്രി മാറിയതിന് ശേഷം അതിനൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രി അതിൽ പ്രതികരിച്ചു, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും രീതിയിൽ KSRTCയുടെ കയ്യിൽ നിന്നുള്ള പിഴവ് കൊണ്ടല്ല അങ്ങനെ ചേസിസ് പൊട്ടിയതെന്നും പകരം അത് നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് എന്നുമാണ് KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞത്. തീർന്നില്ല, ഈ 2 വണ്ടിയും ഇനി നിരത്തിലിറങ്ങില്ല, അങ്ങനെ നിങ്ങൾ വാർത്ത കൊടുക്കരുത് എന്നാണ് മന്ത്രി നമ്മളോട് പ്രത്യേകം പറഞ്ഞത്. അതുകൂടാതെ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കമ്പനിയായ അശോക് ലൈലാൻഡിനാണ്, അവരത് നന്നാക്കി തരണം എന്ന് തന്നെയാണ് അന്ന് മന്ത്രി പറഞ്ഞത്. മന്ത്രി പറഞ്ഞ് മാസം 2 കഴിയുന്നു. അതിന് പിന്നാലെയാണ് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. പത്തനംതിട്ടയിലെ ബസ് അതിൻ്റെ ചേസിസ് വെൽഡ് ചെയ്ത് ഇപ്പോഴും ഓടിക്കുന്നുണ്ട്. അതിലെ യാത്രക്കാർക്ക് ഒരു സുരക്ഷയുമില്ല. പാപ്പനംകോട്ടെ ബസ് അതുപോലെ തന്നെ കിടക്കുകയാണ്. ഈ 2 ബസ്സുകളും പരിശോധിക്കുന്നതിന് വേണ്ടി അശോക് ലൈലാൻഡ് കമ്പനി അധികൃതർ വന്നു, അവർ കൊണ്ടുപോയി. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മടക്കി കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അതിൽ നിലവിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അരുൺ. ഇതിൽ ഗുരുതരമായ ഒരു പ്രശ്നം, വെറും 2 വർഷം മാത്രമാണ് ഈ ബസ്സിൻ്റെ കാലപ്പഴക്കം എന്നോർക്കണം. 15, 20, 30 വർഷം ഇഷ്ടംപോലെ ഓടിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള സമയത്താണ് വെറും 2 വർഷം കൊണ്ട് അതിൻ്റെ ചേസിസ് പൊട്ടുന്നത്. ചേസിസ് എന്നാൽ ഒരു മനുഷ്യൻ്റെ നട്ടെല്ല് പോലെ ഏറ്റവും പ്രധാനമാണെന്ന് ഈ വാർത്ത കാണുന്ന എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും അതിൽ നടപടി ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ മന്ത്രി പറഞ്ഞതിന് ശേഷമെങ്കിലും അതിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളിടത്താണ് ഈ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അരുൺ.
ഓക്കെ, ടി വി പ്രസാദ്, മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി എന്ന് മാത്രവുമല്ല, റിജക്ഷൻ കൊടുത്ത വണ്ടി എങ്ങനെയാണ് പിന്നെ നമ്മൾ സെലക്ട് ചെയ്തത് എന്നൊരു ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. ക്വാളിറ്റി ചെക്ക്ഡ് ഓക്കെ എന്നടിക്കാതെ ഒരു വണ്ടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല എന്നിരിക്കെയാണ് ആ വണ്ടി ഡാമേജിലായിരുന്നോ എന്നൊരു സംശയമുള്ളത് എന്നാണ് കോവളം MLA ആയ വിൻസെൻ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ വിൻസെൻ്റ് അന്ന് പറഞ്ഞ പ്രതികരണം നമുക്ക് ചില സംശയങ്ങൾ ജനിപ്പിച്ചു. ചില വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ ഡിഫക്റ്റുള്ള വാഹനങ്ങൾ കൂടി അതിൻ്റെ കൂടെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും. അങ്ങനെ പർച്ചേസ് ചെയ്ത സ്ലോട്ടിലുള്ളതാണോ ഈ വാഹനങ്ങൾ? അതല്ലെങ്കിൽ രണ്ട് വാഹനങ്ങൾ 2 വർഷത്തിനുള്ളിൽ അതിൻ്റെ ചേസിസ് പൊട്ടുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ കമ്പനി കൈമലർത്തിയിരിക്കുന്നു. വീണ്ടും ആരുടെ പണം പോയി? നമ്മുടെ പണം പോയി.